ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും ഇന്ന് ദിവസം എല്ലാവർക്കും നേരുന്നു. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 6-ാം തിരുവചനം വായിക്കാം. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയിർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവനെ സംസ്കരിച്ച സ്ഥലം. എല്ലാറ്റിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. ഇതാണ് പൊതു സംസാരം. എന്നാൽ മരണത്തിനും പരിഹാരമുണ്ടെന്ന് പറയുന്ന ദിവസമാണ് ഈസ്റ്റർ. ജീവിതയാത്രയിൽ സ്വയം തന്നെ കുഴിച്ചു മൂടിയവർക്കും മറ്റുള്ളവരാൽ അടക്കം ചെയ്യപ്പെട്ടവർക്കും ഉത്ഥാനം ചെയ്യാനുള്ള ദിവസമാണിന്ന്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ഓർക്കുന്നത് രക്ഷകൻ മാത്രമല്ല, അവനിലേക്ക് മിഴിയുയർത്തുന്ന സകലരുമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഡേവിഡ് റൊമാനയുടെ എന്നെ കൂടാതെ നാളെ പുലരുമെങ്കിൽ എന്നൊരു കവിതയുണ്ട്. അതിൻ്റെ അവസാനം ഇതാണ്: എന്നെ കൂടാതെ നാളത്തെ ദിനം പുലരുമെങ്കിൽ നമ്മൾ അകലത്തിലാണെന്ന് നീ ഒരിക്കലും കരുതരുത്. നീ എന്നെപ്പറ്റി ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിനക്കൊപ്പമുണ്ട്, നിന്റെ നെഞ്ചിലുണ്ട്. അതെ, ക്രിസ്തുവിലല്ലാതെ ഒരു ദിനം പുലരുമെങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കുന്ന മാത്രയിൽ അവൻ അടുത്തെത്തും. കല്ലറ തുറന്ന് പുറത്തു വരും, തോട്ടക്കാരിൽ നിന്നും മറപറ്റി പുറത്തു വരും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അന്നവർ മൃതശരീരത്തിന് കാവൽ നിന്നു. മൃതമായ സകല നിയമങ്ങൾക്ക് കാവൽ നിന്നിട്ടുള്ള മത പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ മൃതദേഹത്തിന് കാവലിരുന്നവർ അത്ഭുതപ്പെടാനില്ല. എങ്കിലും മനുഷ്യപുത്രൻ്റെ ഉയിർപ്പ് അവനെ അടക്കം ചെയ്തവരുടെ പോലും സ്വസ്ഥത കെടുത്തിയിരുന്നു. ഇനിയെങ്ങാൻ അയാൾ ഉയർത്തെങ്കിലോ, നമ്മൾ കബളിക്കപ്പെട്ടു പോയാലോ? മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മൃതരുടെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്. എന്നിട്ടും അവരുടെ ഓർക്കുമൊളി ഒന്നും ക്രിസ്തുവിനെ അടച്ചുപൂട്ടി വെക്കാനായില്ല. പ്രിയമുള്ളവരെ, ആദിമസഭയിലെ രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നത് ഓർക്കുന്നു. അവരെ കുഴിച്ചു മൂടിയവർ അറിഞ്ഞില്ല. അവർ കുഴിച്ചു മൂടിയത് വിത്തുകളായിരുന്നെന്ന്. ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ശിഷ്യരുടെ ആത്മബലം. വിശ്വാസികളുടെയും യേശുവിൻ്റെ ശിഷ്യരിൽ 10 പേരും രക്തസാക്ഷികളായിരുന്നു. ഉയർപ്പ് അവനെ പ്രതി ജീവിക്കുന്ന സകലർക്കും പ്രത്യാശയുടെ ഉറവിടമാണ്. ജീവിതത്തിൽ നമ്മെ തളർത്തുന്ന സകലത്തിൻ്റെയും ഉയർപ്പ് അത് സകലത്തിൻ്റെയും മോചനമാണ്. ദുഃഖം, നിരാശ, കുറ്റബോധം, ശാപങ്ങൾ, പരാജയം എന്നീ തുടങ്ങുന്ന മരണകരമായവരുടെ മേൽ ഉയിര് പ്രഖ്യാപിക്കുക. കാൽവരിയിൽ കുരിശിൻ്റെ കീഴിൽ നിന്ന 2 മേരിമാരെ നമുക്ക് ധ്യാനിക്കാം. അവർ മരണത്തിലും ഉയർപ്പിലും കൂടി ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നസ്രത്തിലെ മേരിയും മഗ്ദലയിലെ മേരിയും തമ്മിൽ പേരിലൊഴികെ സമാനതകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. 2 പേരും ഉത്ഥാനത്തിലെ സാക്ഷികളായി. ഒരാൾ അമ്മയും കന്യകയും, പുത്രനെ പ്രതി അനാദി മുതലേ പരിശുദ്ധിയെങ്കിൽ രണ്ടാമത്തവൾ പരിശുദ്ധി നശിപ്പിച്ചവളും താർക്കപ്പെട്ടവളുമായിരുന്നു. എന്നിട്ടും ഉയർത്തെഴുന്നേറ്റവർ 2 പേർക്കും സമീപസ്ഥനായി എന്നറിയുക. എല്ലാം നഷ്ടപ്പെട്ടുള്ളായിരുന്നു മറിയം. ഓർത്തു വയ്ക്കാൻ അധികമൊന്നും ഇല്ലാത്തവൾ. ഗതകാലങ്ങളുടെ ഓർമ്മ പോലും അവളെ തളർത്തിയിരുന്നു. പ്രതീക്ഷയുടെ നാമ്പ് ഉയർത്തിയത് രക്ഷകനെ കണ്ടുമുട്ടിയ ദിനമാണ്. അന്ന് മുതൽ പിന്നീട് ഒരിക്കലും അവർ ആദ്യം ചരിച്ച വഴിയിലൂടെ യാത്ര ചെയ്തില്ല. ക്രിസ്തു മാത്രമായിരുന്നു അവളുടെ ജീവിത വഴി. അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മരണം. അതവളെ എല്ലാ വിധത്തിലും തളർത്തി. കനത്ത ദുഃഖവും ഉയർന്നണിഞ്ഞ മിഴികളുമായി അവൾ കല്ലറയിലെത്തി. സ്നേഹത്തിൻ്റെ സുഗന്ധ കൂട്ടുപൂശാനെത്തിയതാണ്. പക്ഷേ അന്ന് പ്രഭാതത്തിൽ അവിടെ ചെല്ലുമ്പോൾ കല്ലറ ശൂന്യം. തകരാൻ ഇനി ഈ പൾകുപാത്രത്തിന് കാരണങ്ങൾ എന്തെങ്കിലും വേണോ? അവൾ ആരെയും നോക്കാതെ കരച്ചിലാണ്. എന്നെ പ്രാണപ്രിയൻ എവിടെയാണ്? അവൾ അലറുകയാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഉത്തിതനായ ക്രിസ്തുവിൻ്റെ ആദ്യ വചനങ്ങൾ ഒന്നാണിത്. കരച്ചിൽ നിർത്തുക.
എന്നിലേക്ക് നോക്കുക. മറിയം എന്നൊരു വിളി കേട്ടപ്പോൾ പിന്നെ അവൾക്കിനി ഒന്നും പറയാനില്ല. സുവിശേഷകരുടെ മാതൃകയാണ് മറിയം. അവൾ മിഷണറി ആവണമെന്ന് പിന്നെ ഏതൊരു പുണ്യവാളനും ഒരു ഭൂതകാലമുണ്ട്, ഏതൊരു പാപിക്കും ഒരു ഭാവിയുണ്ട്. കൊടുങ്കാറ്റിന് ശേഷം പക്ഷികൾ പാട്ടുപാടും, പ്രളയത്തിന് ശേഷം കുഞ്ഞുങ്ങൾ നൃത്തം വയ്ക്കും, ദുഃഖം ആനന്ദത്തിന് വഴിമാറും, കല്ലറയിൽ സംസ്കരിച്ചവന് പുറത്തു വരും. എല്ലാ ചലനങ്ങളും പ്രതീക്ഷയും നിലയ്ക്കുന്ന ഇടമാണ് കല്ലറ. എന്നാൽ അവിടെയും ജീവൻ അവിടുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ കല്ലറകളിൽ ഈസ്റ്റർ പൊളിക്കുക, പുറത്തു വരിക എന്നാണത്. ഇനി നസ്രത്തിലെ മറിയം ദുഃഖവെള്ളിയിൽ മിശിഹാചരിത്രം തീരില്ല എന്നറിയാവുന്ന ഏക മനുഷ്യ വ്യക്തിയായി ഇവളായിരിക്കണം. ഹൃദയത്തിലെല്ലാം സഹിച്ചവൾ, സംവഹിച്ചവൾ, ശിഷ്യരെ ഒരു കരം കൊണ്ട് ചേർത്ത് പിടിച്ചും രക്ഷകന്റെ ഉയർപ്പിനായി മറുകരം ഉയർത്തിയും അന്ന് ശനിയാഴ്ച സന്ധ്യയിലും അവൾ പ്രാർത്ഥിച്ചു. അമ്മയും മകനും തമ്മിൽ എന്തെല്ലാം പങ്കുവച്ചിട്ടുണ്ടെന്ന് ആർക്ക് ഊഹിക്കാനാവും? ആ മടിയിൽ കിടന്നില്ല അവൻ വളർന്നത്. ആ മടിയിൽ തന്നെ മരിച്ചു വീണു. ഛിന്ന ഭിന്നമായ ശരീരം സ്വന്തം മടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവളുടെ പേശികളിൽ നിന്ന് അപ്പോഴും രക്തത്തിന്റെ ഗന്ധം മാറിയിരുന്നില്ല. എന്നിട്ടും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, കുഴിമാടിയിൽ നിന്ന് ഇവൻ പുറത്തു വരും. മറിയത്തിന്റെ ഉദരത്തിൽ ഇവന് രൂപം കണ്ട മാനവരാശിയുടെ മുമ്പിൽ അവൻ പിറന്നിട്ടുള്ളവെങ്കിൽ മറിയത്തിന്റെ തിരുമുഖത്ത് അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏതൊരാളുടെ മുമ്പിൽ അവന് വരുവാൻ മനസ്സുണ്ടായിരിക്കുള്ളൂ. പ്രത്യാശയോടെ കാത്തിരുന്നാൽ ഉത്തിതനൻ നിങ്ങളെ ചാരെ വരും. നാം അവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അവൻ വരും. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും ഉയിര് നേടാം. ഈ പുലരി അല്ലെങ്കിൽ ഈ പ്രഭാതം അതിനുള്ളതാണ്. ഈ ഉയർപ്പ് തിരുനാൾ അതിനുള്ളതാണ്. നമ്മുടെ സലചിന്തകൾക്കും ചിന്തകൾക്കും പല തെറ്റായ ബോധ്യങ്ങൾക്കും ഉത്തിതൻ നമുക്ക് ഉത്തരം തരുന്ന ദിവസമാണിന്ന്. ഇന്ന് ഉയർപ്പ് തിരുനാളാണ്. ദൈവം അവനെ ഉയർപ്പിച്ചു. സകലത്തിൻ്റെയും മോചനം, എല്ലാ പാപങ്ങളുടെയും ബന്ധനങ്ങളെല്ലാം തകർത്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പർദീസ തുറന്നു തന്നിരിക്കുന്നു. നമുക്ക് ആ സന്തോഷത്തെ ദിനത്തിൽ പൂർണ്ണമായി അവനിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആശ്വസിക്കാം. നമുക്ക് സ്വർഗം തുറന്നു തന്നിരിക്കുന്നുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ഏറ്റുപറയാം. നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയാം. ഈ ദിനം സന്തോഷത്തിൻ്റെ ദിനങ്ങളായി തന്നിരിക്കുന്നതിനായിട്ട് ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, പൂർണ്ണമായിട്ട് ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഉത്തിതിനോട് കൂടിയായിരിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവേ നിന്റെ വലിയ കൃപയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഉത്തിതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അവൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംവഹിക്കാനായിട്ട്, വചനങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. അവനോടൊപ്പം ചെന്ന് ചേരാൻ, അവൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.